സമുദ്രനന്ദനം. രചന വരികളുടെ പ്രണയിനി. ശിവേ, രാവിലേക്കുള്ള ദോശമാവ് അരച്ചു വെക്കുകയായിരുന്നു ശിവ. പെട്ടിയും ബാഗുമായി വരുന്ന ഇഷയെ കണ്ട് സംശയത്തോടെ അവളെ നോക്കി. ഞാൻ പോവാണ് കേട്ടോ. എന്താപ്പോ ഇത്ര പെട്ടെന്ന്? അന്തിനേരം വരെ പോകുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇഷ പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണ് ശിവയുടെ ഈ ചോദ്യം. പോണം, നാളെ പപ്പ വരുന്നുണ്ട്. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പപ്പയോട്. ഇഷ മുന്നിലേക്ക് വീണ് കിടക്കുന്ന മുടി എടുത്ത് പിന്നിലേക്ക് മാടി ഒതുക്കി. എന്നാൽ ശരി, ഇറങ്ങട്ടെ. ഇനി എന്നാ വരിക? ചോദിക്കാതിരിക്കാനായില്ല ശിവയ്ക്ക്. ഗൗതവും ഇഷയും തമ്മിലുള്ള ലോഹ്യം അവൾക്ക് പാരയാണെങ്കിലും ഈ 2 ദിവസം കൊണ്ട് തന്നെ എന്തോരടുപ്പം ശിവയ്ക്ക് അവളോട് തോന്നിയിരുന്നു. ശിവയ്ക്ക് എന്തോ സങ്കടം തോന്നി അവൾ പോകുന്നതിൽ. കല്യാണത്തിന് അല്പം കുസൃതിയോടെ ഇഷ പറഞ്ഞതും ശിവയുടെ മുഖം മങ്ങി. ഗൗതം പറഞ്ഞ് ഇഷയ്ക്കറിയായിരുന്നു ഗൗതവും ഇഷയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ശിവ ധരിച്ചു വച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ പെണ്ണിനെ ഒന്ന് വട്ടം കറക്കാൻ കൂടിയാണ് ഇഷ അത് പറഞ്ഞത്. കാണാം. അവൾക്കൊന്ന് സൈറ്റടിച്ച് കാണിച്ചിട്ട് ഇഷ ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തതും ശിവയും അവൾക്ക് തിരികെ ഫ്ലൈയിങ് കൊടുത്തു. 2 ദിവസം മുമ്പ് ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തതിൻ്റെ പേരിൽ പരിഷ്കാരി എന്നൊക്കെ വിളിച്ച പെണ്ണിപ്പോൾ ഇതെന്താ ചെയ്തിരിക്കുന്നത്? ചാരിയാൽ ചാരിയത് മണക്കൂന്ന് പറഞ്ഞ കണക്ക് 2 ദിവസം കൊണ്ട് തന്നെ ഒരു പരിഷ്കാരി പെണ്ണിനൊപ്പം കൂടി അവളും അത് പഠിച്ചു എന്ന് വേണം പറയാൻ. ശിവയുടെ ഫ്ലൈയിങ് കിസ് കണ്ട് അതെത്തിപ്പിടിക്കും പോലെ കാണിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് ഒരു കുസൃതി ചിരിച്ചിരിച്ച് ഇഷ ഉമ്മറത്തേക്ക് പോയി. അവൾക്ക് പിറകെ കയ്യും കഴുകി ശിവയും ചെന്നു. വരട്ടെ. ഗൗതമിനെ കെട്ടിപ്പിടിച്ച് ഇഷ യാത്ര പറഞ്ഞു. ഇഷയുടെ കണ്ണുകൾ നിറഞ്ഞു പോയോന്നൊരു സംശയം ശിവയ്ക്ക് തോന്നാതിരുന്നില്ല. ഒന്നുകൂടെ രാധമ്മയും ലക്ഷ്മിയും ശിവയും ചേർത്ത് പിടിച്ച് ഇഷ പടിപ്പുര കടന്നുപോയി. മോളെ ശിവേ, വീടൊക്കെ മാറാലൊക്കെ ഒന്ന് തട്ടി ക്ലീൻ ചെയ്യണേ. നാളെ നന്ദേട്ടനും ഏട്ടന്മാരും ഒക്കെ വരും. രാത്രി ശിവ ആട്ടിവെച്ച ദോശമാവെടുത്ത് രാധമ്മ ഗ്യാസിൽ ദോശച്ചട്ടി വെച്ച് അതിലൊഴിച്ചു. രാധമ്മയ്ക്ക് മുട്ടിന് വയ്യാത്തതുകൊണ്ട് ഭാരമുള്ള ജോലികളൊന്നും ചെയ്യില്ല. എന്നാലും ശിവയെ ഒറ്റയ്ക്കൊന്നും അവർ ചെയ്യിപ്പിക്കാറുമില്ല. ചെറിയ ചെറിയ ജോലികളിൽ സഹായിക്കും. ഓ ആയിക്കോട്ടെ രാധമ്മേ. ദോശയ്ക്കുള്ള ചമ്മന്തിക്ക് തേങ്ങ ചിരകിയായിരുന്നു ശിവ. അതിൽ നിന്ന് അവൾ അല്പം എടുത്ത് വായിലിട്ടു. പിന്നെ പൊടിക്കാനുള്ള അരിയും മുളകും മല്ലിയുമൊക്കെ ഒന്ന് കഴുകി വെയിലത്തിടണേ. വൈകുന്നേരം വാസോട്ടം വന്ന് കൊണ്ടുക്കോളും. ശരി അമ്മേ. ശിവ തിരങ്ങിയ തേങ്ങയെടുത്ത് അല്പം കാന്താരിയും പുളിയും ഇഞ്ചിയും ചേർത്ത് ജ്യൂസ് ജാറിലിട്ടു. നാളെ രാവിലെ ഭവാനിയമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സഹായത്തിന്. ഇന്ന് അവരുടെ മോൻ്റെ കുട്ടീൻ്റെ പിറന്നാളാണ് പോലും. അതുവരെ എൻ്റെ ശിവ ഒന്നുകൂടി ഒന്ന് നോക്കണേ. എൻ്റെ രാധത്തമ്പുരാട്ടി ഒക്കെ ഞാൻ നോക്കിക്കോളാം. അവൾ ദോശ ചുട്ടുകൊണ്ടിരുന്ന രാധമ്മയുടെ കവിളിൽ ഒന്ന് പിച്ചി. ഡി ആ കാന്താരി തൊട്ട കൈകൊണ്ട് എൻ്റെ കവിളിത്തൊടല്ലേ, നീറും. രാധമ്മ കപട ദേഷ്യം നടിച്ചതും ശിവ കണ്ണു ചിമ്മി. സാധാരണ എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോഴാണ് എല്ലാവരും കൂടി മനക്കിലേക്ക് വരാറുള്ളത്. ഇപ്പം എന്താണാവോ വിശേഷം അറിയില്ല. രാധമ്മയോട് ചോദിച്ചാലോ? വേണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാധമ്മ ഇങ്ങോട്ട് പറയാറുണ്ടല്ലോ. ഓരോന്നാലോചിച്ച് അരച്ചു വെച്ച തേങ്ങാക്കൂട്ടെടുത്ത് എണ്ണയിൽ കടുകും കറിവേപ്പിലയും താളിച്ച് ചമ്മന്തി ഉണ്ടാക്കി. കഴുകിയ അരി തുണി വിരിച്ച് വെയിലത്തേക്ക് ഇട്ട ശേഷം മുളകും മല്ലിപ്പൊടിയും കഴുകി വെയിലത്തിടാൻ കൊണ്ടുവന്നതാണ് ശിവ. അപ്പോഴേ നമ്മുടെ കാക്കക്കറമ്പികൾ അവരുടെ പണി തുടങ്ങി. ചുറ്റിലൊന്ന് ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് നോക്കി അരിമണികൾ കൊത്തി കഴിക്കുകയാണവർ. ശിവ കാക്കയെ ആട്ടി ഓടിച്ച് അവറ്റകൾ പറന്നുപോയി തൊട്ടടുത്തുള്ള മരക്കൊമ്പിലിരുന്നു. ശിവ തുണി വിരിച്ച് മുളക് വെയിലത്തിടാനായി കുനിഞ്ഞിരുന്നതും കാക്കക്കറമ്പുകൾ വീണ്ടും പണി തുടങ്ങി. തൊട്ടപ്പുറത്ത് തന്നെ കാറ് കഴുകുവാണ് ഗൗതം. ഗൗതം ഒളികണ്ടിട്ട് ശിവയെ നോക്കുന്നുണ്ട്. ശിവയാണെങ്കിൽ അവനെ നോക്കില്ലെന്ന വാശിയിലുമാണ്. കണ്ണാ, ഈ കാക്കകളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായില്ലോ. ഒരു വസ്തു വെയിലത്തിടാൻ പറ്റില്ല എന്നുവെച്ചാൽ എന്താ ചെയ്യാം? ഒരു വഴിയുണ്ട്. ശിവ പുറത്തെ മുറിയിൽ ചെന്ന് പൊട്ടിയ 2-3 കണ്ണാടികളെടുത്ത് വെയിൽ തട്ടി അത് പ്രതിഫലിപ്പിക്കും രീതിയിൽ അരിക്ക് വശത്തായി വെച്ചു. ഇനി എങ്ങനെയാണ് നിങ്ങൾ വരുന്നതെന്നൊന്ന് കാണണമല്ലോ. ഈ ശിവഭദ്രയോടെയാണോ നിങ്ങളുടെ കളി? എന്താണ് ശിവയെ പിറുപിറുക്കുന്നത്?
പറമ്പിൽ നിന്നും മെഴുക്ക് പുരട്ടിക്കുള്ള പയറും കൊണ്ട് വന്നാണ് വാസുവേട്ടൻ. ഒന്നുമില്ല വാസുവേട്ടാ, ഈ കറമ്പുകൾക്ക് ഇത്തിരി കള്ളത്തരം കൂടുതലാ. ഒന്ന് കണ്ണു തെറ്റിയാൽ മതി കൊത്തി തിന്നാൻ. എന്നാലോ നമ്മൾ കണ്ടു എന്നയാൽ ഞാനൊന്നും ചെയ്തില്ലേ എന്ന പാവവും. ശിവ ചുരിദാറിൻ്റെ തുമ്പിൽ കൈതൊടിച്ച് വാസുവേട്ടൻ്റെ കയ്യിൽ നിന്ന് പയർ വാങ്ങി. അത് കാക്കയ്ക്ക് അവകാശപ്പെട്ടതായോണ്ടാ വാസുവേട്ടാ അവയൊക്കെ ഇടയ്ക്കൊക്കെ ഇത് വന്ന് തിന്നിട്ട് പോകുന്നത്. ഗൗതം വിളിച്ചു പറഞ്ഞതും അത് തനിക്കെന്തോ കൊള്ളിച്ചു പറഞ്ഞതുപോലെ ഒരു തോന്നലവൾക്ക്. താൻ കിച്ചേട്ടന് അവകാശപ്പെട്ടതാണെന്നാണോ ഈ പറഞ്ഞതിൻ്റെ പൊരുള്? ഏയ്, അങ്ങനായി കാണില്ല. ഞാൻ വെറുതെ ഓരോന്ന് ചിന്തിക്കുന്നതാ. ഇന്നലെ ആ കുട്ടിയും കിച്ചേട്ടനും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണല്ലോ. ചിലപ്പോൾ ഇവിടുത്തെ തമ്പ്രാന്മാരെല്ലാം വരുന്നതും ആ കല്യാണം ഉറപ്പിക്കാനാവും. ഞാൻ വെറുതെ വീണ്ടും ഓരോരോ മോഹങ്ങൾ എൻ്റെ മനസ്സിനിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് അവൾ ഓർത്തു. ശിവ പയർ വൃത്തിയാക്കി മെഴുക്കുപുരട്ടി ഉണ്ടാക്കി. ശിവേ, ഞാൻ ചെയ്തോളാം. മോള് പോയി ആ മാറാലേക്ക് ഒന്ന് തട്ടി വൃത്തിയാക്കിക്കോ. രാധമ്മയ്ക്ക് വയ്യാത്തതല്ലേ, ഞാനിത് കഴിഞ്ഞ് ചെയ്തോളാം. സാമ്പാർ ഉണ്ടാക്കാനായി പറമ്പിൽ നിന്ന് തന്നെയുള്ള 5-6 പച്ചക്കറികൾ അരിയുകയാണ് ശിവ. ഞാൻ ചെയ്തോളാം, ഒരുപാട് ജോലിയുള്ളതല്ലേ എൻ്റെ കുട്ടിക്ക്. രാധമ്മ കത്തി വാങ്ങി പച്ചക്കറി അരിയാൻ തുടങ്ങിയതും ശിവ ചൂലുമായി അകത്തേക്ക് നടന്നു. എവിടുന്ന് തുടങ്ങും എൻ്റെ ഭഗവാനെ? കൈ ഇടുപ്പിൽ കെട്ടി ആലോചിക്കുകയാണ് ശിവ. ആ, എന്തായാലും മുകളിലത്തെ മുറിയിൽ തന്നെ തുടങ്ങാം. ശിവ കോണിപ്പടി കയറി റൂമിൽ ചെന്ന് മൊത്തത്തിലൊന്ന് കണ്ണടിച്ച് ശിവ. ശേഷം അവൾ പണി തുടങ്ങി. എൻ്റെ കൃഷ്ണ കാത്തോണേ. ഷെൽഫിൻ്റെ മുകൾ ഭാഗത്തെ പൊടിയൊക്കെ തട്ടാനായി സ്റ്റൂൾ വെച്ച് കയറിയതാണ് ശിവ. എന്നിട്ടും എത്താതെ വന്നപ്പോൾ ഏന്തി വലിഞ്ഞ് തുടയ്ക്കാൻ ശ്രമിച്ചതും സ്റ്റൂൾ ചെറുതായൊന്ന് ചെരിഞ്ഞു. ഇപ്പം താഴെ കിടക്കുമെന്ന് കരുതികൾ ഭഗവാനെയും വിളിച്ച് കണ്ണടച്ചു. ഭഗവാൻ കൃഷ്ണൻ വിളികേട്ടതാണോ അതോ ഇനി ഗൗതം കൃഷ്ണൻ വിളികേട്ടതാണോ എന്നറിയില്ല. പെണ്ണെന്തായാലും ഒറ്റയടിക്ക് താഴെ വീണില്ല. കൂട്ടിന് കൃഷ്ണനും ഉണ്ടായിരുന്നു. ഭഗവാൻ കൃഷ്ണനല്ല, സാക്ഷാൽ ഗൗതം കൃഷ്ണ, ഭദ്രയുടെ കിച്ചേട്ടൻ. ശിവ സ്റ്റൂളിൽ നിന്ന് വീഴുന്നത് കണ്ട് വലിയ ഹീറോയെപ്പോലെ പിടിക്കാൻ ചെന്നാണ് ഗൗതം. എന്നിട്ട് എന്തായി? സിനിമയിലും സീരിയലിലും കാണുമ്പോഴേ ഈസിയല്ല നായിക വീഴുമ്പോൾ നായകൻ പിടിക്കുന്നതെന്ന് അവന് മനസ്സിലായി. രണ്ടും കൂടെ ദേ കിടക്കുന്ന താഴെ. വീഴുമ്പോൾ പിടിച്ച് ഹീറോയിസം കാട്ടാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു സീനിൽ തന്നെയാണ് രണ്ടും വീണ് കിടക്കുന്നത്. ടീച്ചറാ, ഇതെങ്ങനെ കിച്ചേട്ടൻ്റെ മേലെ വന്നു? വീണപ്പം ഞാൻ മാത്രമായിരുന്നല്ലോ. ദേവിയെ, എനിക്ക് കൺട്രോൾ തരണേ. കിച്ചേട്ടൻ ഇങ്ങനെ എൻ്റെ കണ്ണി നോക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ആകെ ഒരു വല്ലായ്മ. നെഞ്ചൊക്കെ പടപടെ ഇരിക്കും പോലെ, കയ്യും കാലുമൊക്കെ വിറയ്ക്കും പോലെ. തനിക്ക് സംഭവിക്കുന്നത്? കിച്ചേട്ടൻ്റെ കണ്ണീന്ന് കണ്ണ് മാറ്റാൻ തോന്നണില്ലല്ലോ. ഭദ്രേ. ബോധം പോയ പോലെ അവനെ നോക്കിക്കിടുന്ന പെണ്ണ് അവൻ്റെ വെളിയിൽ സ്വബോധത്തിലേക്ക് വന്നു. കിച്ചേട്ടാ, നീറ്റേ, എനിക്ക് പോണം. പൊക്കോ. ഞാൻ ഇന്നലെ തന്നത് എനിക്ക് തിരിച്ചു തന്നിട്ട്. ഗൗതമിൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരി. എന്ത്? ഇന്നലെ കുളപ്പടവിൽ വെച്ച് തന്നതായിരിക്കും കിച്ചേട്ടനിപ്പോൾ ചോദിക്കുന്നത്. എൻ്റെ കൃഷ്ണ, ഞാൻ പെട്ടോ? കിച്ചേട്ടൻ എണീറ്റിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു. എന്താ ഇപ്പോൾ ചെയ്യാ? ശിവ മനസ്സിൽ പിറുപിറുത്തു. ഗൗതം കവളിലേക്ക് തൊട്ട് കാണിച്ചു. നിൽക്കൊന്നും വയ്യ, നിങ്ങളുടെ മാതാമക്കൊച്ചിനോട് ചോദിക്ക്. ശിവ ഗൗതമിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചതും ഗൗതം അവളുടെ കയ്യിൽ പിടിച്ച് കവളിൽ ചുംബിച്ചു. ഇതും കൂടി 9ാമത്തെയാ, വരവ് വെച്ചു. മുതലും പലിശയും അടക്കം ഞാൻ തിരിച്ചു മേടിച്ചോളാം. ഗൗതം സൈറ്റടിച്ച് കാണിച്ചുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. കിച്ചേട്ടൻ എന്താ ഇപ്പം കാണിച്ചിട്ട് പോയത്? എനിക്ക് മനസ്സിലാവണില്ലല്ലോ. നിന്റെ ഓരോ ലീലാവിലാസങ്ങൾ കാട്ടി വീണ്ടും ഈ പെണ്ണിനെ പൊട്ടിയാക്കല്ലേ കൃഷ്ണ. കണ്ണനോട് പരിഭവം പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ ജോലി തുടർന്നു. രാവിലെ പതിവിൽ നേരത്തെ എണീറ്റ് കുളത്തിലെ നീരാട്ടം കഴിഞ്ഞ് ശിവ അടുക്കളയിൽ കയറി. ആ, മോളിന്ന് നേരത്തെ അടുക്കളയിൽ കയറിയോ? ഇഡലിച്ചെമ്പിൽ ഇഡലിമാവ് ഒഴിച്ച് അടുപ്പത്തി വെച്ചിട്ട് സാമ്പാറിനുള്ള പച്ചക്കറി അരിമ്പോഴേക്കും രാധമ്മ അടുക്കളയിലേക്ക് വന്നു. ഇന്നിത്തിരി പണി കൂടുതലല്ലേ, അതുകൊണ്ട് നേരത്തെ തുടങ്ങി. പരിപ്പും സാമ്പാർ കഷ്ണങ്ങളും ഉപ്പും മഞ്ഞപ്പൊടിയും പുളിയും ഇട്ട് വേവിക്കുവാനായി കുക്കറിലിട്ടു. ഭവാനിയമ്മ 8 മണിയാകുമ്പോൾ വരും. ഫ്ലാസ്കിൽ നിന്ന് ചായക്കപ്പിലേക്ക് പകർന്ന് രാധമ്മ ഉമ്മറത്തേക്ക് നടന്നു.
ശിവ ഇഡലി സാമ്പാറും റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും ഭവാനിയമ്മ എത്തി. ഭവാനിയമ്മേ, ഞാൻ പറമ്പത്ത് പോയി തോരൻ വെക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. വാസോട്ടൻ ഇച്ചിരി വൈകുമെന്ന്. വാസോട്ടനെയും കാത്തിരുന്നാലേ ഉച്ചയ്ക്ക് മുമ്പ് ഊണ് കാലാവൂല. ശിവ തൻ്റെ കൈകൊണ്ട് മെടഞ്ഞുണ്ടാക്കിയൊരു ഓലക്കൊടിയും കൊണ്ട് പറമ്പത്തേക്ക് ഇറങ്ങി. കോവയ്ക്കായാലോ? പന്തലിൽ നിറഞ്ഞു നിൽക്കുന്ന കോവയ്ക്ക കണ്ട് ഇന്നത്തെ തോരൻ കോവയ്ക്ക തന്നെ ആക്കാമെന്ന് അവളങ്ങ് വിചാരിച്ചു. ഇതെന്തിനാപ്പോ ഇത്ര ഉയർത്തിക്കൊണ്ടുപോയി പന്തലിട്ടത്? എനിക്കിത് കിട്ടണില്ലല്ലോ ദേവി. പൊക്കമില്ലാത്ത ഞാൻ കൂടെ ഈ പറമ്പത്ത് കയറേണ്ടതാണല്ലോ എന്ന് ഇവർക്കൊക്കെ ഒന്ന് ഓർത്തൂടെ? ശിവ ഏന്തി വലിഞ്ഞ് കോവയ്ക്ക കൈയെത്തി പിടിക്കാൻ ശ്രമിച്ചതും ചെറുതായൊന്ന് വീഴാൻ പോയെങ്കിലും ഭാഗ്യം കൊണ്ട് വീണില്ല. ആ, അങ്ങനെ വഴിക്ക് വാ. അവൾ തുള്ളിച്ചാടി ഒന്ന് രണ്ട് കോവയ്ക്ക പറിച്ചെടുത്തു. വീണ്ടും ശ്രമം നടത്തുമ്പോൾ ആരും അവളെ എടുത്തു പൊക്കി. ആരെന്നല്ലേ, മറ്റാരുമല്ല, നമ്മുടെ ഗൗതം തന്നെ. വീട് കിച്ചേട്ടാ, പറമ്പാണ്, ആരെങ്കിലും കാണും. നിന്ന് പിടയാതെ കോവയ്ക്ക പറിക്കേണ്ട ഭദ്രേ. ശിവ നിന്ന് പിടയാൻ തുടങ്ങിയതും ഗൗതം ഒന്നുകൂടെ അവളെ ഉയർത്തിപ്പിടിച്ചു. എൻ്റെ കണ്ണാ, ഈ കിച്ചേട്ടൻ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ആകെ ഒരു പരവശം. ഞാൻ എങ്ങനെ കൈ വിറിച്ചിട്ട് കോവയ്ക്ക പറിക്കാം? വാസോട്ടം വരും വരെ കാത്തിരുന്നാൽ ഊണ് കാലത്തിനാവൂല. ആവശ്യം തൻ്റെതായി പോയില്ലേന്ന് കരുതി ശിവ കോവയ്ക്ക പറിച്ചു. ആരെങ്കിലും കാണുന്നുണ്ടോ ആവോ? കുടുംബശ്രീ പെണ്ണുങ്ങളെങ്ങാനും കണ്ടാൽ മതി നാട്ടിൽ പാട്ടാക്കാൻ. എന്തേലും കിട്ടാൻ കാത്തിരിക്കാം അവറ്റകൾ. ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കൂട്ടി നാട്ടിൽ പറഞ്ഞു നടക്കാൻ. എനിക്കറിയാത്തതല്ലോ അവറ്റകളെ. എത്ര പെങ്കൊച്ചുങ്ങടെ ഇല്ലാ കഥകളാണിയാ അവരീ നാട്ടിൽ പറഞ്ഞു വരുത്തിയത്. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയാണ് ശിവ കോവയ്ക്ക പറിക്കുന്നത്. മതി കിച്ചേട്ടാ, തോരനുള്ളതായി. ശിവ പറഞ്ഞതും ഗൗതം അവളെ പതിയെ നിലത്തേക്കെറിഞ്ഞു. ഗൗതമിൻ്റെ നോട്ടം പന്തിയെല്ലാം തോന്നിയതും ശിവ വേഗം തന്നെ താഴെ വീണ് കിടക്കുന്ന കോവയ്ക്കൊക്കെ കുട്ടയിലേക്ക് ഇട്ടിട്ട് വീട്ടിലേക്ക് ഓടിപ്പോയി. സാമ്പാറും ചോറും അവിയലും പുളിശ്ശേരിയും കക്കിരി പച്ചടിയും ബീട്രൂട്ട് കിച്ചടിയും കോവയ്ക്ക തോരനും പയർ മെഴുക്കുവരട്ടിയും വഴുതനങ്ങ ഫ്രൈയും അടങ്ങുന്ന വിഭവ സമൃദ്ധമായ സദ്യ തന്നെ ഉണ്ടാക്കി ശിവയും ഭവാനിയമ്മയും കൂടി. കൂട്ടത്തിൽ നല്ല തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് ചേർത്ത പരിപ്പ് പായസം ഉണ്ടാക്കാനും അവൾ മറന്നില്ല. ശിവേ, അവരെത്തി, കുടിക്കാനുള്ളത് എടുത്തോളൂ കേട്ടോ. ഉമ്മറത്ത് നിന്ന് ലക്ഷ്മിയമ്മ വിളിച്ചു പറഞ്ഞതും ശിവ നേരത്തെ തയ്യാറാക്കി വെച്ച പറമ്പിൽ നിന്നും പറിച്ചെടുത്ത അവക്കോടയും നല്ല മിൽമാപ്പാലും കൂട്ടിയടിച്ച അവക്കോട ജ്യൂസ് അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തു. എന്താ അപ്പോൾ അർജൻറ്റായി വിളിപ്പിച്ചത്? അത് കിച്ചൂട്ടൻ്റെ കാര്യം പറയാനാ. കിച്ചൂട്ടൻ്റെ കാര്യമോ? എന്ത് കാര്യം? അവനൊരു കുട്ടിയുമായി ഇഷ്ടത്തിലാ. ഞാനതങ്ങ് ഉറപ്പിച്ചാലോ എന്ന് ആലോചിക്കുക. ഉമ്മറത്ത് ചർച്ച പൊടി പൊടിക്കുകയാണ്. ഊണിന് നേരായതുകൊണ്ട് ഊണ് വിളമ്പട്ടെ എന്ന് ചോദിക്കാൻ ശിവ ഉമ്മറത്തേക്ക് വന്നപ്പോഴാണ് അവരുടെ ചർച്ച കേൾക്കുന്നത്. നേരത്തെ അറിയാവുന്നതാണ് ഇഷയും കിച്ചേട്ടനും തമ്മിലുള്ള ബന്ധം. ഇഷ പോകുമ്പോൾ കല്യാണത്തിന് കാണാമെന്ന് പറഞ്ഞതും ഈ വിവാഹത്തിൻ്റെ കാര്യം മോഹിച്ചാണെന്ന് അവൾക്ക് തോന്നി. എന്നാലും പെട്ടെന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു വയ്യാഴിക. ഒരുപാട് മോഹിച്ചു പോയതല്ലേ, കുറേ കാലം മനസ്സിൽ കൊണ്ടു നടന്നതല്ലേ, അതിൻ്റെ ആവും. എൻ്റെ കണ്ണ, നെഞ്ചൊക്കെ നീറും പോലെ തോന്നുക, ഹൃദയം പൊട്ടിപ്പോകും പോലെ. ശിവ എങ്ങനെയൊക്കെയോ മനസ്സിനെ നിയന്ത്രിച്ചു. ലക്ഷ്മിയമ്മേ, ഊണ് വിളമ്പട്ടെ. ശിവ നിറഞ്ഞു വന്ന കണ്ണൊക്കെ തുടച്ചു. ശബ്ദമിടറാതിരിക്കാൻ നന്നേ പാടുപെട്ടു പെണ്ണ്. വിളമ്പിക്കോളൂ, ഇനി ഊണ് കഴിഞ്ഞിട്ടാവാം. ശിവയ്ക്ക് മറുപടി നൽകി ചർച്ചയ്ക്കിരിക്കുന്നവരോടായി പറഞ്ഞ ലക്ഷ്മിയമ്മ എഴുന്നേറ്റു. എല്ലാവരും കൈയൊക്കെ കഴുകി ഫ്രഷാവാൻ പോയതും ശിവ ഇല വിരിച്ചു. ഭവാനിയമ്മേ, ചോറ് കൊണ്ടുവന്നോളൂ. ശിവ അടുക്കളയിലേക്ക് നോക്കി നീട്ടി വിളിച്ചതും ഭവാനിയമ്മ ചോറുമായി വന്നു. ശിവയും ഭവാനിയമ്മയും കൂടി നിരത്തി വെച്ച ഇലകളിൽ ചോറും കൂട്ടാനും വിളമ്പി. സഹായത്തിന് രാധമ്മയും ഉണ്ടായിരുന്നു. ഊണും കഴിഞ്ഞ് മുതിർന്നവരെല്ലാം വീണ്ടും ചർച്ചയ്ക്കിരുന്നു. കുട്ടികളൊക്കെ കലിവില കൂടി തൊടിയിലേക്കും. നല്ല മുഴുത്ത മാങ്ങയും നെല്ലിക്കയും പേരയ്ക്കയും ഒക്കെ തന്നെയാണ് അവരുടെ ലക്ഷ്യം. ശിവയും ഭവാനിയമ്മയും കഴിച്ചതൊക്കെ വൃത്തിയാക്കി അടുക്കളയിൽ ഒതുക്കി. ഭവാനിയമ്മേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ചായക്ക് കപ്പപ്പുഴുക്കുണ്ടാക്കാം. മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് വേവിക്കാൻ വയ്ക്ക്. ശിവ ഉടുത്തു മാറാനുള്ള ഡ്രസ്സെടുത്ത് തറവാട്ടുകുളത്തിലേക്ക് ഓടി. ഒന്ന് ഒറ്റയ്ക്കിരിക്കണം, ഉള്ളിലെ വിഷമമൊക്കെ കരഞ്ഞു തീർക്കണം. അതിനാണ് ഈ കുളിക്കാനെന്നും പറഞ്ഞുള്ള ഓട്ടം.
എൻ്റെ കൃഷ്ണ, ഒരുപാട് മോഹിച്ചുപോയി. തെറ്റാണ്, എൻ്റെ മാത്രം തെറ്റ്. വേണ്ടാത്തൊക്കെ മോഹിച്ചുപോയി. ഈ പൊട്ടിപ്പെണ്ണ്, നിനക്കെങ്കിലും തിരുത്തിക്കൂടായിരുന്നോ ഒന്ന്? എങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ കിടന്ന് കരയണമായിരുന്നോ? അല്ലെങ്കിലും നിനക്കിപ്പോൾ ഇത്തിരി കുസൃതി കൂടുതലാ. എന്നെ കരയിപ്പിക്കലല്ലേ നിന്റെ വിനോദം? കണ്ണനോട് പരിഭവവും സങ്കടവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് നീരാട്ടും നടത്തി കുളപ്പുരയിൽ നിന്ന് ഒരു ധാവണിയും മാറിയെടുത്ത് കുളപ്പടവിൽ വെറുതെ ഓരോന്നിരിക്കുകയാണ് ഭദ്ര. ഭദ്ര, നീ ഇവിടെ ഇരിക്കുമായിരുന്നോ? ഞാൻ എവിടൊക്കെ നോക്കി. ഭവാനിയമ്മ പറഞ്ഞേ ഇവിടെ ഉണ്ടാവൂന്ന്. ഗൗതം തൊട്ടു മുകളിലുള്ള പടവിൽ വന്നിരുന്നു. കല്യാണം ഉറപ്പിച്ചോ? അടുത്ത ആഴ്ച നിശ്ചയം. വരുന്ന ചിങ്ങത്തെ കല്യാണം. ശിവ വെറുതെ ചെറു കല്ലുകളെടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞു. അതും നോക്കിയിരുന്നു. ഭദ്രേ, വരവ് കണക്കിലേക്ക് ഒരെണ്ണം തരട്ടെ? കുസൃതിയോടെ ഗൗതം കൈകുത്തിപ്പിടിച്ച് ശിവയിരിക്കുന്ന പടവിലേക്കിരുന്നു. ദാ, അരുതാത്തതെന്തോ കേട്ട മട്ടായിരുന്നു പെണ്ണിന്. ആദ്യമായി ഈ കുളപ്പടവിൽ വെച്ചെൻ്റെ ഭദ്രയ്ക്ക് തന്ന പോലെ ഒരെണ്ണം ഇപ്പം തരട്ടെ എന്ന്. കണ്ണുകളിൽ പ്രണയം നിറച്ച് ഗൗതം ശിവയെ നോക്കി. ശിവ പുറകിലോട്ട് നീങ്ങിയിരുന്നു. ഇപ്പം തന്നെ തിരിച്ചു തരണമെന്നില്ല. ശിവ നീങ്ങിയിരിക്കുന്നതിൻ്റെ അനുസരിച്ച് ഗൗതം അവൾക്കരികിലേക്ക് വന്നു. കിച്ചേട്ടാ, വേണ്ടാട്ടോ. ശിവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചതും അത് മുൻകൂട്ടി മനസ്സിലാക്കി ഗൗതം അവളെ കയ്യിൽ പിടിച്ച് നെഞ്ചോട് ചേർത്ത് അവളുടെ കവളിൽ പല്ലുകൾ പതിപ്പിച്ചു. ഇതും കൂടെ വരവി വെച്ചോ? ഒക്കെ ആദ്യ രാത്രിയിൽ മുതലും പലിശയും ചേർത്ത് തന്നാൽ മതി കേട്ടോ. തന്നില്ലെങ്കിൽ ഞാൻ മേടിച്ചോളാം. എന്താ പറഞ്ഞത്? ആദ്യ രാത്രിയോ? ആ, നമ്മൾ കെട്ടുകഴിഞ്ഞ് ആദ്യ രാത്രിയിലേ നീ എനിക്കെൻ്റെ മുതലും പലിശയും ചേർത്ത് തിരിച്ചു തരണമെന്ന്. ദാ, മനസ്സിലായില്ലെന്നുണ്ടോ ഭദ്രക്കൊച്ചിന്? നേരാണോ പറഞ്ഞത്? എന്നെ പറ്റിക്കാൻ വേണ്ടി പറയണതല്ലോ. ഗൗതം തന്നെയാണ് കെട്ടാൻ പോകുന്നതെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അല്ല എൻ്റെ പെണ്ണേ, നേരെന്നെയാ പറഞ്ഞത്. ഗൗതം കണ്ണിറക്കി. സന്തോഷം കൊണ്ട് ശിവയുടെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ മദാമ കൊച്ചോ? അല്ല, ഇഷയോ? ആബദ്ധത്തിൽ ഗൗതമിനോട് മദാമ കൊച്ചെന്ന് പറഞ്ഞതോർത്ത് അവൾ വിരൽ കടിച്ചു. അവൾ എൻ്റെ ഫ്രണ്ടാ. ഞാൻ ഇന്നലെ വിളക്ക് വെക്കാൻ നേരം ആ കുട്ടിക്ക് ഇച്ചേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നല്ലോ. അവളങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷേങ്കിൽ എനിക്കെൻ്റെ ഭദ്രകാളി കൊച്ചുണ്ട്. അവളെ മാത്രമേ ഗൗതം താലി കിട്ടൂന്ന് പറഞ്ഞു അവളോട് മാത്രമല്ല, അച്ചമ്മയോടും പറഞ്ഞു. അക്കാര്യം സംസാരിക്കാനാ അച്ചമ്മ എല്ലാവരെയും വിളിച്ചു വരുത്തിയത്. കാര്യം പറഞ്ഞപ്പോൾ സുമവല്യമ്മ വല്ലാണ്ട് എതിർത്തു. അവർക്ക് അടുക്കളക്കാരി കൊച്ച് വീട്ടിലെ മരുമോളായി വന്നാൽ കുറച്ചിലാണത്രേ. പക്ഷെ അച്ചമ്മയുണ്ടോ വിട്ടുകൊടുക്കുന്നു. അടുക്കളക്കാരിയല്ല, ഞാൻ അവളെ കൊണ്ടുവന്നത് കൊച്ചുമോളായിട്ടാണെന്ന് അച്ചമ്മ അവരോടൊക്കെ പറഞ്ഞു. മാത്രമല്ല, എൻ്റെ ശിവക്കുട്ടി തന്നെ കിച്ചൂട്ടൻ്റെ പെണ്ണായി വരുമെന്ന് തറപ്പിച്ചു പറഞ്ഞു. പറ്റാത്തവർ കല്യാണത്തിന് കൂടെ ഉണ്ടാന്നും പറഞ്ഞു. മാസ സീനായിരുന്നു. നിനക്കതൊന്നും കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. ഗൗതം ശിവയുടെ തോളിൽ കയ്യിൽ ചേർത്ത് പിടിച്ചു. ഞാനിപ്പോൾ വരാം. ഗൗതമിൻ്റെ കൈ തട്ടി മാറ്റി ശിവ പടി കയറിപ്പോയി. ഭദ്രേ, നിൽക്ക്. എങ്ങോട്ടാ നീയ്? ഭദ്രേ, നിൽക്ക്, ഞാനും വരുന്നു. ശിവയ്ക്ക് പിറകെ ഗൗതവും പോയി. എൻ്റെ കണ്ണ, എൻ്റെ പരിഭവങ്ങളൊക്കെ നീ കേട്ടല്ലേ? നീ അറിഞ്ഞില്ലേ? എൻ്റെ കിച്ചേട്ടൻ്റെ കല്യാണം ഉറപ്പിച്ചോന്ന്. എനിക്ക് സന്തോഷമായി എൻ്റെ കൃഷ്ണ. ഇടയ്ക്കിത്തിരി വികൃതിയൊക്കെ കാട്ടി നീ എന്നെ കരയിപ്പിച്ചെങ്കിലും എനിക്കെൻ്റെ കിച്ചേട്ടനെ തന്നല്ലോ. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ശിവ പൂജാമുറി ചെന്ന് കണ്ണനോട് സന്തോഷം പങ്കുവച്ചു. എന്നും ഇവളുടെ പരിഭവം മാത്രം കേട്ട് മടുത്തൂല്ലേ നിനക്ക്? നിൽക്കുമുണ്ട് നിന്നോട് പരിഭവം പറയാൻ. ഈ നിൽക്കുന്ന നിന്റെ ഭക്തിയുണ്ടല്ലോ ശിവഭദ്ര, എപ്പോഴും അതിനെ വരവി വെക്കുക. ഒന്നെങ്കിലും ഇപ്പോൾ ഈ സന്തോഷത്തിന് തിരിച്ചു തരാൻ പറ പ്ലീസ് കണ്ണ. കണ്ണും അടച്ചു നിന്ന ശിവ കണ്ണനോട് ഗൗതം പരിഭവം പറയുന്ന കേട്ട് ചിരിച്ചുപോയി. ദാ, കണ്ണൻ ചിരിക്കുന്നുണ്ടോ? സമ്മതം തന്നതാ. ഒന്ന് താ എൻ്റെ ഭദ്രേ, പ്ലീസ്. ഗൗതം കണ്ണടച്ച് ഭദ്രയ്ക്ക് നേരെ മുഖം നീട്ടി. ഒക്കെ താലി കെട്ടി കഴിഞ്ഞിട്ട്
ശിവ അവൻ്റെ മുഖം പതിയെ ഒന്ന് തള്ളി. എന്നാലേ ഇതും കൂടി ചേർത്ത് തന്നാൽ മതി. ഗൗതം ശിവയെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു. അവരുടെ കുസൃതികൾ കണ്ട് ഉണ്ണിക്കണ്ണൻ ചിരിതൂകി നിന്നു. രാധേ, കഴിഞ്ഞില്ലേ ഒരുക്കം? ആ, കഴിഞ്ഞമ്മേ, ദാ വരണു. ഇന്നാണ് ശിവഭദ്രയുടെയും ഗൗതം കൃഷ്ണൻ്റെയും താലികെട്ട്. അതിനുള്ള ഒരുക്കത്തിലാണവർ. കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് കെട്ട്. പെണ്ണും ചെക്കനും ഒരേ വീട്ടിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. സുന്ദരിയായിട്ടുണ്ട് എൻ്റെ ശിവക്കുട്ടി. കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുന്ന ശിവയുടെ സാരി ഒന്നുകൂടെ സെറ്റ് ചെയ്ത് രാധമ്മ അവളുടെ കവളിലൊന്ന് തട്ടി. രാധേ, മുഹൂർത്തത്തിന് സമയമാവണു. താ വന്നു. ലക്ഷ്മിയമ്മ ഉമ്മർത്ത് നീട്ടി വിളിച്ചതും രാധ ശിവയും കൊണ്ട് അവിടേക്ക് നടന്നു ചെന്നു. എൻ്റെ കണ്ണാ, ഈ പെണ്ണിന് ഇത്രയും മുഞ്ചുണ്ടായിരുന്നോ? കണ്ണെടുക്കാൻ തോന്നണില്ല. കല്ല് വെച്ച പച്ച ബ്ലൗസും ചുവന്ന സാരിയും മുല്ലപ്പൂ അണിഞ്ഞ് ചെറുതിയ രീതിയിൽ ചായവും ഇട്ട് വരുന്ന ശിവയെ നോക്കി ഗൗതം നിന്നുപോയി. മുഹൂർത്തായി, കെട്ടിക്കോളൂ. കൊട്ടും കുരുവയും മുഴങ്ങി. അവരുടെ ഇഷ്ടദേവനായ കൃഷ്ണനെ സാക്ഷി നിർത്തി ഗൗതം അവളുടെ കഴുത്തിൽ താലി ചാർത്തി. ശിവ ചെല്ല്. രാധമ്മ ശിവയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് നൽകി കണ്ണുകൾ ചിമ്മി കാണിച്ചു. രാധമ്മേ, ഞാൻ എൻ്റെ റൂമിൽ കിടന്നാൽ പോരെ? പേടിയോടെ ശിവ ചോദിച്ചതും ലക്ഷ്മിയമ്മയടക്കം എല്ലാവരും ചിരിച്ചുപോയി. നിന്ന് ചിണുങ്ങാതെ പോയ എൻ്റെ ശിവക്കുട്ടി. രാധ അവളെ തള്ളിവിട്ടു. എൻ്റെ കണ്ണ, എനിക്കെന്തോ പോലെ. ഇത്ര ദിവസം ഇല്ലാത്തൊരു പരവശം. ഞാൻ കിച്ചേട്ടൻ്റെ കൂടെ. അയ്യേ, എനിക്കെന്തോ ഓർക്കുമ്പോൾ തന്നെ എന്തോ പോലെ. ഗൗതമിൻ്റെ റൂമിലേക്ക് പോകും വഴി ശിവ പൂജാമുറിയിലേക്കൊന്ന് എത്തി നോക്കി. ആ, ഇയാൾക്ക് എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നാൽ മതിയല്ലോ. എൻ്റെ അവസ്ഥ നീ വലുതും അറിയണുണ്ടോ? എവിടെ? ഞാൻ കരഞ്ഞാലും ചിരി, ഞാൻ പരിഭവം പറഞ്ഞാലും ചിരി, ഒക്കത്തിനും അങ്ങനെ അങ്ങ് ചിരിച്ചോളും. നീ കള്ളക്കണ്ണൻ തന്നെയാ. ശിവ അവളുടെ കള്ളക്കണ്ണനോട് പരിഭവം പറഞ്ഞ് റൂമിലേക്ക് ചെന്നു. ഈ കിച്ചേട്ടൻ ഇത് എവിടെ പോയി? റൂമിൽ ഗൗതമിനെ കാണാഞ്ഞതുകൊണ്ട് അവൾ ചുറ്റിലും ഒന്ന് നോക്കി. ആ, എനിക്ക് എന്തായാലും നന്നായി. കിച്ചേട്ടൻ വരും മുമ്പേ കിടന്നുറങ്ങാലോ. ചിലപ്പോൾ ഇതും എൻ്റെ കണ്ണൻ്റെ ലീലാവിലാസങ്ങളാണെങ്കിലോ. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് വന്നേ ഉള്ളൂ. എന്തായാലും കണ്ട പൈങ്കിളി ബുക്കൊക്കെ വായിച്ചത് കാര്യമായി. അവിടുന്നാണല്ലോ ഇതൊക്കെ എനിക്ക് കിട്ടിയേ. ഈ ആദ്യ രാത്രി ഇന്ന് മുങ്ങാനുള്ള ഐഡിയ ഒക്കെ. ഭദ്രേ, പിറകിൽ നിന്നും ഗൗതം ചേർത്ത് പിടിച്ചപ്പോഴാണ് താൻ ഇതുവരെ ചിന്തിച്ചു കൂട്ടിയ ആഴ്ചപ്പതിപ്പിലെ വിദ്യകളൊന്നും ജീവിതത്തിൽ നടക്കൂലെന്ന് ശിവയ്ക്ക് മനസ്സിലായത്. ഭഗവാനെ, പെട്ടോ? ഇതൊക്കെയാ ഞാൻ ചിന്തിച്ചു കൂട്ടിയത്. അപ്പോൾ ഈ ആഴ്ചപ്പതിപ്പിലൊക്കെ ചുമ്മാ എന്തൊക്കെയോ എഴുതി കൂട്ടണതാണല്ലോ. ഭദ്രേ, ഗൗതം ഒന്നുകൂടെ ചേർന്ന് നിന്ന് ശിവയുടെ തോളിൽ താടി രോമങ്ങൾ കൊണ്ട് ഇക്കിളി കൂട്ടിയതും അവൾ ഒന്ന് പിണഞ്ഞു. കൃഷ്ണ, എൻ്റെ നെഞ്ചൊക്കെ എന്താ ഇപ്പം ഇങ്ങനെ ഇടിക്കണേ? ഇപ്പം പൊട്ടിപ്പോകും തോന്നുക. കിച്ചേട്ടൻ അടുത്ത് വരുമ്പോൾ മാത്രം ഇങ്ങനെ. എനിക്ക് അറിഞ്ഞൂടാ. ശിവയുടെ ഹൃദയം പടപടാന്നിടിക്കുകയാണ്. ആദ്യം നമ്മുടെ വരവ് കണക്കൊക്കെ തീർത്താലോ എൻ്റെ ഭദ്രക്കുട്ടിയെ. ശിവയെ പിടിച്ച് ഗൗതം തിരിച്ചു നിർത്തി. ഒന്ന് പോകിച്ചേട്ടാ. ശിവയുടെ മുഖമാകെ ചുവന്നു വന്നു. നാണത്തോടെ അവൾ മുഖം താഴ്ത്തി. അതേ ഭദ്രപ്പെണ്ണെ, നീ തന്നില്ലെങ്കിൽ ഞാൻ എടുക്കും. വേണോ? ഗൗതം ശിവയുടെ താടിത്തുമ്പ് പിടിച്ച് മുഖമുയർത്തി അവളിലേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു. കിച്ചേട്ടാ, വേണ്ടാട്ടോ. ശിവ ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ഗൗതം ശിവയെ ചേർത്ത് പിടിച്ച് മൂർത്താവിൽ ചുണ്ടുകൾ ചേർത്തു. പിന്നീട് പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിത്തടത്തിലും ഇരുമിഴികളിലും പതിഞ്ഞു. ശേഷം അവളുടെ കവിളുകൾ ചുംബിച്ചുകൊണ്ട് ആ തുടുത്ത അതരത്തിലെത്തി നിന്നു. അപ്പോഴേക്കും പെണ്ണവൾ എവിടെയെങ്കിലും വീണു പോകുമോ എന്ന് ഓർത്തുപോയി. ഒരു നിമിഷം കൊണ്ടവൻ അവളുടെ അതരം കവർന്നെടുത്തതും ശരീരത്തിലാകെക്കൂടെ എന്തൊക്കെയോ പ്രകമ്പനം. മെല്ലെ മെല്ലെ തുടങ്ങിയ മുത്തം പിന്നീടൊരു ദീർഘചുംബനത്തിന് വഴിമാറി. അപ്പോഴും പൂജാമുറിയിലിരുന്ന് ശിവഭദ്രയുടെ കള്ളക്കണ്ണൻ ചിരി തൂകി നിന്നു. ശുഭം. കഥ ഇഷ്ടമെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ. ഇത് ഒരു കാസർഗോട്ടുകാരി കൂട്ടുകാരി എഴുതിയ കഥയാണ് കേട്ടോ. ഒരുപാട് നമ്മുടെ ഭാഷയൊക്കെ പറയുന്നതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയായാലും ശരി ഈ കഥ ഇഷ്ടമായി എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് സത്യത്തിൽ ഒത്തിരി ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഈ കഥ. പിന്നെ
എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. നിങ്ങളുടെയൊക്കെ ജീവിതം എന്നും സന്തോഷവും സമാധാനവും നല്ല ആരോഗ്യവും ഒക്കെ കൊണ്ട് നിറയട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.